കേസ് നമ്മളിപ്പോൾ ഉള്ളത് ചേറ്റുവ പാലത്തിൻ്റെ അടിയിലാണ് കേട്ടോ. ചേറ്റുവ പാലത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ആ ഒരു റോഡിൽ ഇവിടെ ഇതാണ് നമ്മളെ രാജ ഐലൻഡ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അതിൽ പോയി കാണാനുള്ള അതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയൊരു കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 20 ഏക്കറോളം സ്ഥലം ഉണ്ടെന്നാണ് പറയണത്. മൊത്തത്തിൽ അത് 100 ഏക്കറുടെ അടുത്തുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ രാജ ഐലൻഡ് കിടക്കുന്നത് ഏകദേശം ഒരു 20 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് നമുക്കവിടെ ചുറ്റി കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അതിനായിട്ട് കുറച്ച് ആളുകളുണ്ട്, വഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളെ ചേറ്റുവ ഇത് ചേറ്റുവ പാലമാണ്. ഈ പാലത്തിൻ്റെ കിഴക്ക് ഭാഗം, ആ കിഴക്ക് ഭാഗത്ത് കൂടിയുള്ള ആ റോഡിലൂടെ ഇങ്ങനെ ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി ചായക്കടയൊക്കെ ഉണ്ട് അവിടെ. ആ ചായക്കടയിൽ പോയാൽ അവിടെ പോയിട്ടൊരു ചായയൊക്കെ ഇരുന്ന് കുടിക്കുക, എന്നിട്ട് അവരോട് ചോദിക്കുക ഇവിടുന്ന് നമുക്കതൊന്ന് പോയി കാണാൻ എൻ്റെ വഴിയിൽ നിന്ന്. അപ്പോൾ അതിനുള്ള ആളുകളും എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി തരും. അപ്പോൾ അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് അതിനുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ കാണാൻ പറ്റും. നല്ല അടിപൊളി സ്ഥലം വെച്ചാൽ അടിപൊളി സ്ഥലമാണ്. നമ്മളെ കറുകമാട് 4 മണിക്കാറ്റിൽ നിന്നുള്ള കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ലാസ്റ്റ് വന്ന് ചേരുന്നത്. നമ്മൾ വരുമ്പോൾ 1-2 കയാക്ക് പോകണത് കണ്ടിരുന്നു. പിന്നെ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പാലത്തിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ പറയുക, ഇപ്പോൾ കാലുകളൊക്കെ വറുത്ത പണികളൊക്കെ കഴിഞ്ഞു. ഇനി ബീം സെറ്റ് ചെയ്യണ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കണം. അപ്പോൾ പക്ഷേ ഇത് എന്ത് പെട്ടെന്ന് പറയും, ഇത്രയും വലിയൊരു പാലം ഇവിടെ സെറ്റാക്കി എടുക്കണത്. തൊട്ടപ്പുറത്ത് നമ്മളെ പഴയ പാലം ഇങ്ങനെ എന്താ പറയുക വർക്കിംഗ് ആണ്, ഓക്കെയാണ്. അപ്പോൾ ഇത് ആയിക്കൊണ്ടിരിക്കണം, കണ്ടില്ലേ എന്തോരം സാധനങ്ങൾ, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എക്യുപ്മെൻറ്റ്സ് ഉപ്പുവെള്ളത്തിൻ്റെ പവറാണ് ഈ കാണുന്നത്. കാരണം ഉപ്പുവെള്ളത്തിൽ കിടന്നിട്ട് ഈ സാധനം എന്ത് പെട്ടെന്നാണ് ദ്രവിച്ചു പോണത്. ഇരുമ്പിൻ്റെ എല്ലാ ഐറ്റംസ് ഉപ്പുവെള്ളം തട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് പെട്ടെന്ന് ഇതുപോലെ ദ്രവിച്ചു. കണ്ടില്ലേ, അവരിവിടെ ഉപയോഗിച്ചിരുന്ന അവിടെ കാല് വറക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ ഒരു ചങ്ങാടമാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് ദ്രവിച്ചു പോയി. ഇവിടെ ഉപ്പുവെള്ളത്തിൻ്റെ ഒരു ശക്തിയാണ് കാണുന്നത്. അതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കടലാണ്. 1-2 കിലോമീറ്റർ ഉണ്ടാവും വെള്ളത്തിലൂടെ പോകുമ്പോൾ, പിന്നെ കടലാണ്. അപ്പോൾ അത്രയും ഉപ്പുള്ള ഇതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ കണ്ടില്ലേ ഇതിൻ്റെ ഈ ഒരു ഇരുമ്പിൻ്റെ ഈ ഒരു എന്താ പറയുക ഇതിൻ്റെ താഴെ ഓയിസ്റ്ററാണ് പിടിച്ചിട്ടുള്ളത്. ഉപ്പിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ബോട്ടുകളും വഞ്ചികളൊക്കെ തകർന്ന് കിടക്കുന്നുണ്ട്. എന്തായാലും ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ജസ്റ്റ് ഒന്ന് യാത്ര ചെയ്യുന്നവർക്ക്, ഇപ്പോൾ എന്താ പറയുക ശബരിമല സീസണൊക്കെയാണ്, വേണമെന്നുണ്ടെങ്കിൽ അതിൽ പോണവർക്ക് ഒന്ന് ഇറങ്ങി വിശ്രമിക്കാനും ഒന്ന് റിലാക്സ് ആവാനും പറ്റിയൊരു സ്ഥലം കൂടിയായിട്ടത്. അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. വണ്ടി സൈഡാക്കിയിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നുണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.